കൊല്ലം പള്ളിവളപ്പിൽ സ്യൂട്ട് കേസിൽ അസ്ഥികൂടം കണ്ടെത്തി. സെന്റ് തോമസ് CSI പള്ളിയോട് ചേർന്ന സെമിത്തേരിക്ക് സമീപമാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. പള്ളിയിൽ നിന്ന് എൻ്റെ വീട്ടിലെ വെള്ളം വരുന്നത് പൈപ്പ് ലൈൻ വഴിയാണ്, ഈ മതിനരികിൽ കൂടെ. 2 ദിവസം കൊണ്ട് വെള്ളമില്ല. ഇപ്പം ഇന്ന് രാവിലെ വെള്ളമില്ലാത്തതുകൊണ്ട് എന്ത് പൈപ്പ് പൊട്ടിക്കിടക്കുവാന്നും പറഞ്ഞ് ഇവിടെ കുറച്ച് നോക്കിയപ്പോഴത് ഇങ്ങനെ കുട്ടികളുടെ സംശയം പെട്ടി കണ്ടു. അപ്പോൾ സംശയം പേര് നോക്കിയപ്പോഴേ ഏതോ ഒരു സംശയ രീതി കണ്ടു. അപ്പം ഞാൻ പള്ളി അച്ഛനെ അറിയിച്ചു, അച്ഛൻ കമ്മിറ്റിക്കാരെ അറിഞ്ഞു, എല്ലാം ഒന്ന് പോലീസിനെ അറിയിച്ചു. സാധാരണക്കാരെല്ലാം ഇവിടെ അങ്ങനെ കയറാറില്ല ഇങ്ങോട്ട്, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നല്ല ഇങ്ങോട്ട് കയറാറില്ല. ഇവിടെ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ഈ ഭാഗമൊക്കെ വേസ്റ്റൊക്കെ ഇട്ടേക്കുന്നുണ്ട്. നമ്മളങ്ങനെ എന്തെങ്കിലും ഈ അടുത്ത സമയത്ത് ഞങ്ങൾ ക്ലീൻ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നോക്കിയത്. അന്നേരമാണിത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ചെറിയ സൂട്ട്കേസാണ് അത്, കുറച്ച് എല്ലാ പാർട്സും ഇല്ല, ഫുള്ളി ഡീകമ്പോസ്ഡ് ആണ്. വെരി ഓൾഡ്. പറമ്പ് എടുപ്പാക്കുമ്പോഴോ അല്ലെങ്കിൽ പറമ്പ് പുതിയത് വാങ്ങിക്കുമ്പോഴോ വി ആർ എക്സ്പ്ലോറിങ് ഓൾ ആംഗിൾസ്. ഇവിടെ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ഈ ഭാഗമൊക്കെ വേസ്റ്റൊക്കെ ഇട്ടേക്കുന്നുണ്ട്. നമ്മളങ്ങനെ എന്തെങ്കിലും ഈ അടുത്ത സമയത്ത് ഞങ്ങൾ ക്ലീൻ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നോക്കിയത്. അന്നേരമാണിത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇവിടെ നമ്മൾ വിവരങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, എന്താണ് ഈ സംഭവം? എന്താണ് നിലവിലെ സാഹചര്യം? കൊല്ലം SN കോളേജ് ജംഗ്ഷനിലെ വിമൻസ് കോളേജിന് സമീപത്തുള്ള CSI പള്ളി അല്ലെങ്കിൽ ഇംഗ്ലീഷ് പള്ളി എന്നറിയപ്പെടുന്ന വളരെ പഴക്കം ചെന്ന ഒരു പള്ളിയുടെ കോമ്പൗണ്ടിൽ നിന്നാണ് ഈ അസ്ഥി കഷ്ണങ്ങൾ അടങ്ങിയ ഒരു ട്രോളി ബാഗ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനകത്ത് വളരെ പഴക്കം ചെന്ന അസ്ഥി കഷ്ണങ്ങളാണ് ഉള്ളതെന്നാണ് നമുക്ക് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിയുന്നത്. ആ പറമ്പിൽ ശരിക്കും കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ്. കാരണം പഴയ വൈദേശിക ആധിപത്യ സമയത്തൊക്കെ തന്നെ അവരുടെ പ്രസിദ്ധമായ ആരാധനാലയങ്ങളിൽ ഒന്നായിരുന്നു ഈ CSI ചർച്ച്. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് സ്ഥലമുണ്ട്. ആ സ്ഥലങ്ങളിൽ പകുതിയിലധികം സ്ഥലവും ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു മേഖലയാണ്. അവിടെ ശാരദാമഠത്തിന് സമീപത്ത് കൂടി പോകുന്ന റോഡിനോട് ചേർന്ന് കിടക്കുന്ന മതിലിൻ്റെ അടുത്തായിട്ടാണ് ഈ ബ്രീഫ് കേസിനകത്ത് ഈ ട്രോളി ബാഗിനകത്ത് നിന്നും അസ്ഥി കഷ്ണങ്ങൾ കിട്ടുന്നത്. രാവിലെ അവിടെ വെള്ളം കിട്ടാത്തതിനെ തുടർന്ന് ആ പള്ളിയുടെ ചുമതലയുള്ള ഒരു കപ്പിയാര അതുവഴി പോവുകയും ആ ഭാഗത്ത് നിന്നും പോയപ്പോഴേക്ക് ഈ ട്രോളി ബാഗ് കണ്ടെത്തി. പിന്നീട് ആ വിവരം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പള്ളി അധികൃതരെല്ലാം എത്തിച്ചേർന്ന് പിന്നീട് പോലീസിനെ അറിയിച്ചു. പോലീസ് ഇപ്പോൾ അവിടെ പരിശോധന നടത്തുകയാണ്. പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് വളരെ പഴക്കം ചെന്ന ഒരു അസ്ഥി കഷ്ണങ്ങളാണ് ഇതെന്ന് മനസ്സിലാക്കുന്നു. മനുഷ്യൻ്റെ തന്നെയാണെന്ന് ഏകദേശം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു കാര്യം അവർ പറയുന്നത്, ഇത് മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ പറമ്പ് വൃത്തിയാക്കിയപ്പോഴോ അല്ലെങ്കിൽ പുതിയ പറമ്പ് വാങ്ങിച്ചവരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ എന്തെങ്കിലും ആവശ്യത്തിന് കുഴിയെടുത്തപ്പോൾ കിട്ടിയതാവാനാണ് സാധ്യത. അത്തരത്തിലുള്ള ഈ അസ്ഥി കഷ്ണങ്ങൾ ഇവിടെ ആരോ കൊണ്ടുവന്നു ഉപേക്ഷിച്ച് പോയതായിരിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊന്നും ഉപേക്ഷിക്കുന്നില്ല. കൃത്യമായ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകും. ആ സമീപ പ്രദേശങ്ങളിലുള്ള CCTV ക്യാമറകളൊക്കെ ഉണ്ട്. ആ പ്രദേശത്തെ CCTV ക്യാമറകൾ പരിശോധിക്കും. കാരണം എത്ര ദിവസം മുമ്പാണ് ഈ ട്രോളി ബാഗ് ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതെന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധർ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഇത് പരിശോധിച്ചതിന് ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. നിലവിൽ ഏകദേശം 1 മാസത്തോളം മുമ്പുള്ള CCTV ദൃശ്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് പരിശോധിക്കാനാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോലീസ് ഏർപ്പെട്ടിട്ടുണ്ട്. ഈ കിട്ടിയിരിക്കുന്ന അസ്ഥി കഷ്ണങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കും എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. കാളിദാസ്. ശരി, കൊല്ലത്താണ് സ്യൂട്ട് കേസിൽ അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. CSI പള്ളിയുടെ സെമിത്തേരിക്ക് സമീപമാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഫോറൻസിക്കിന് അയച്ച് അസ്ഥികൂടത്തിന്റെ കാലപ്പഴക്കം അടക്കം പരിശോധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്. നമുക്കിനി നോക്കാം